ശത്രുക്കൾ മുഴുവനും താഴെ നിൽക്കുമ്പോ ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കഴുത്തിലേക്ക് അതാ അവിടുന്ന് കയറെടുത്തിട്ടു. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. തൂക്കുമരത്തിൽ കിടക്കുമ്പോ മുത്തുനബിയോട് സലാം പറയുകയാണ്. ശത്രുക്കൾ തന്റെ തൊണ്ടയിലേക്ക് തന്റെ കഴുത്തിലേക്ക് കയറ് മുറുക്കുമ്പോ ഹുബൈബ് ചിരിക്കുകയാ. ഹുബൈബ് ചിരിക്കുകയാ. അതിന്റെ കാരണമെന്തെന്നറിയുമോ? അതിന്റെ കാരണമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ഹുബൈബ് എന്തിനാ ഹുബൈബേ നീ കരയുന്നത്? എന്തിനാ ഹുബൈബേ പേടിക്കുന്നത്? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ പറയുന്നു, ഹുബൈബേ ഒന്ന് നോക്ക് ഹുബൈബേ. മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ ഹുബൈബേ? സ്വർഗത്തിലെ വസ്ത്രം കണ്ടോ ഹുബൈബേ? നിന്നെ സ്വീകരിക്കാനാ. തൂക്കുമരത്തിൽ കിടക്കുമ്പോഴും ചിരിക്കുകയാണ്. അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹുബൈബ് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് അവിടുന്ന് ചിരിക്കുന്നതോട്, ചിരിക്കുന്ന മുഖത്തോടെ തൂക്കുകയറിൽ കിടന്ന് ആടുന്നത് കണ്ടപ്പോ ശത്രുക്കൾ പോലും അത്ഭുതപ്പെട്ടു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, ആ ജനാസ എവിടെ നടിച്ചില്ല. ആ ഹുബൈബ് തങ്ങളുടെ ജനാസയുണ്ടല്ലോ, അവിടെ തന്നെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. അടിക്കാൻ അനുവദിക്കുന്നില്ല. പടച്ചവന് മുത്തുനബി അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ആരാണ് എന്റെ ഹുബൈബിന്റെ ജനാസ കൊണ്ടുവരുന്നത്? ആരാണ് എന്റെ ഹുബൈബിന്റെ ജനാസ കൊണ്ടുവരുന്നത്? ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി പറഞ്ഞു, ഞാൻ കൊണ്ടുവരാറുബിയേ. ആ ചെറുപ്പക്കാരൻ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ എടുക്കുന്നതിന് വേണ്ടി കടന്നു പോകുമ്പോ ആ സ്വഹാബി ഒരു കാഴ്ച കാണുകയാണ്. പടച്ചവനെ, ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുന്നു. അതാ ഒരു പെണ്ണോടി വരികയാണ്. യുവത്വത്തിൽ